ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു വെജിറ്റബിൾ കുറുമയാണ്. പാലപ്പത്തിന്റെ കൂടെ, നൂൽപുട്ടിന്റെ കൂടെ, എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെക്കുന്ന വ്യത്യസ്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, 3 പച്ചമുളക്. ഇത്രയും മതി. ഒരുപാട് പച്ചക്കറി ഒന്നും വേണ്ട കേട്ടോ. ഇതിന് നമുക്ക് നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. എല്ലാം നല്ല ഞാൻ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഓരോന്ന് മതി കേട്ടോ. ഇത് കറിയായിട്ട് വരുമ്പോൾ അത്യാവശ്യം കാണുവേ. അപ്പോൾ ഞാൻ ദാണ്ടെ ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നെയ്യിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 കഷ്ണം പട്ട ഇതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാം ഇട്ട് കൊടുത്തേ. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കി പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. ക്യാരറ്റും സവാളയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിക്ക് അനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തത്. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറട്ടെ. എന്നിട്ട് പിന്നീട് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാമേ. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടാട്ടോ ഞാനിപ്പോൾ വഴറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് ആവി കയറിയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. നമ്മളിതിലേക്ക് ഗരം മസാല പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ നമ്മൾ ഇട്ട ഈ ഗ്രാമ്പും ഏലക്കയും പട്ടയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു മസാലയുടെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ കമൻസ് തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലിൽ വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് വാങ്ങി വയ്ക്കാമേ. അപ്പോൾ അതാണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്താണ് ഞാൻ പാലെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗൾ നിറച്ച് 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആവി കയറിയപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കുറുമ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാമേ. ഇതിലേക്ക് ഞാനൊരു 5 അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ 5 അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. നൂൽപുട്ടിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റാട്ടോ. ലാസ്റ്റ് നമുക്ക് 1-ാം പാൽ 1/2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കരിയാപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയാണ്. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തില്ല. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. മല്ലിയിലൊന്നും നമ്മൾ ചേർക്കുന്നില്ല, വേറെ ഗരം മസാല പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് മാത്രം മതിയേ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിപ്പം ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കുറുകിയിരിക്കുന്നത് കുറവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ലതുപോലെ കുറുകിയ നമുക്ക് കറി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് നൂൽപുട്ടിൻ്റെ കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.